പ്രൈസ് ദി ലോർഡ്. ഉത്തമഗീതം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളൊരുവൾ ആർ. ഇത് ദൈവസഭയെക്കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്. ദൈവസഭ കൊടികളോട് കൂടിയ ഭയങ്കരത്വമുള്ള ഒരു സൈന്യമാണ്. അപ്പോൾ ദൈവസഭ ഒരു സൈന്യമാണെന്ന് തിരുവചനം ആവർത്തിച്ച് പറയുകയാണ്. പട്ടാളത്തിൽ ഏതെങ്കിലും ഒരു സൈന്യം ഒരു യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ശത്രുവിനെ നിർണായകമായ ഒരു യുദ്ധത്തിൻ്റെ അകത്ത് പരാജയപ്പെടുത്തി വരുമ്പോൾ, അവര് ആ ചെയ്ത അല്ലെങ്കിൽ അവർ നേടിയെടുത്ത ആ വിജയത്തിന്റെ പ്രവൃത്തിയെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി അവർക്കൊരു കൊടി നൽകാറുണ്ട്. ആ കൊടി അവർ പാർക്കുന്ന ആ കവാടത്തിന്റെ പ്രവേശന ദ്വാരത്തിങ്കിൽ അവരിങ്ങനെ കുത്താറുണ്ട്. ആ കൊടി കാണുമ്പോൾ ഓർമ്മ വരുന്നത് അവർ ആ യുദ്ധത്തിൽ നേടിയെടുത്ത അതേ വിജയത്തെയാണ്, അവരുടെ അതേ ധീരതയാണ് ആ കൊടി ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ അത് ദൈവസഭയും അതേ ഒരു ജയം നേടിയെടുത്ത ഒരു കൂട്ടമാണ്. എവിടെയാണ് ദൈവസഭ ജയം നേടിയെടുത്തത്? അതേ കാൽവരിയുടെ കൊലക്കളത്തിൽ യേശു കർത്താവ് അതേ പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് അതേ സഭയ്ക്ക് ഒരു ജയം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സഭ ആത്മീകമായ ഒരു യുദ്ധത്തിന്റെ അകത്ത് പോരാടുന്ന ഒരു സൈന്യമാണ്. ആ സൈന്യം പരാജയപ്പെട്ട ഒരു സൈന്യമല്ല. ആ സൈന്യം ജയിച്ച ജയാളിയോട് കൂടെ നിൽക്കുന്ന ഒരു സൈന്യമാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിൽ യേശു കർത്താവ് ആ 3 ആണികളിന്മേൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആ തൂങ്ങപ്പെടുമ്പോൾ പിശാചിന്റെ തലയെ അവൻ കാൽവരിയിൽ തകർക്കുകയാണ്. പിശാചിനെ ആയുധവർഗം വെപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടുകയാണ്. അങ്ങനെയെങ്കിൽ ആ കാൽവരിയിൽ ക്രിസ്തു ഉയർത്തിയ ആ ജയത്തിന്റെ കൊടിയുടെ കീഴിൽ നിൽക്കുന്നവരാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ദൈവവൈതലും ആ ക്രിസ്തുവിന്റെ ജയത്തെ അതേ മുറുകെ പിടിച്ചിരിക്കുന്നവരാണ്. ആ ജയത്തേലാണ് അവരും അനുഗമിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ആ ജയത്തിന്റെ കൊടി ഉയർന്നിരിക്കുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നാം ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അതേ ശത്രു പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി തീരും. അപ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മിലുള്ളപ്പോൾ ശത്രുവിന് ഒരിക്കലും നമ്മുടെ മേൽ ജയം കൊണ്ടാടുവാനായിട്ട് അതെ ഒരിക്കലും ശത്രുവിന് നമ്മുടെ മേൽ നമ്മെ ജയിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതേ വിശുദ്ധിയിൽ അതേ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ദൈവം നമ്മുടെ മേൽ പകർന്ന ആ ജയത്തെ തിരിച്ചറിഞ്ഞ് മുന്നേറാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. അപ്പോൾ ഇന്ന് പകലിൽ ഞാനും നിങ്ങളും ആരാണെന്ന് അറിഞ്ഞാൽ അതിൽ പരം മറ്റൊരു ഭാഗ്യമില്ല. ഞാനും നിങ്ങളും പരാജയപ്പെട്ടവരല്ല, പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലുമല്ല. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ജയാളികളാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പിന്നെയും പൗലോസ് ഇങ്ങനെയാണ്, ധന്യനായ പൗലോസ് ലേഖ താൻ ഇങ്ങനെയാണ് ആവർത്തിക്കുന്നത്: ക്രിസ്തു യേശു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവവൈതലിന് ക്രിസ്തു മുഖാന്തരം ഒരു ജയമുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ധന്യനായ പൗലോസ് ലേഖ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്: അതെ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാനും നിങ്ങളും ശത്രുവിന്റെ ശക്തികളെ പരാജയപ്പെടുത്തി, ശത്രുവിന്റെ ശക്തികളെ തോൽപ്പിച്ച് ജയത്തിലേക്ക് മുന്നേറുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ഒരു ബോധ്യത്തിൽ തിരിച്ചറിവിൽ മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.